മമതാ ബാനർജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീപ്പന്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ പകൽക്കൊള്ള നടന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് പറയാൻ കഴിയുന്നതിൻ്റെ, ചെയ്യാൻ കഴിയുന്നതിൻ്റെ, പ്രതിഷേധത്തിൻ്റെ പരകോടിയാണ് ബംഗാളിൽ കാണുന്നത്. ഞാൻ രാജിവെക്കില്ല, ഞങ്ങൾ തോറ്റിട്ടില്ല എന്നാണ് മമതാ ബാനർജി അക്ഷരം തെറ്റാതെ പറഞ്ഞത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം തെരഞ്ഞെടുപ്പ് മോഷണമാണെന്ന രൂക്ഷ വിമർശനവുമായി കപിൽ സിബൽ രംഗത്ത്. പശ്ചിമ ബംഗാൾ TMCയെ പരാജയപ്പെടുത്തിയത് BJP അല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്രസേനകൾ, ഒപ്പം 25 ലക്ഷം വോട്ടർമാരുടെ അവകാശ നിഷേധവുമാണ്. ഈ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചതാണ്, വിജയിച്ചതല്ല. നമ്മൾ മമതക്കൊപ്പം നിൽക്കണമെന്ന് കപിൽ സിബൽ എക്സിൽ കുറിച്ചു. അതാണ് അക്ഷരാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പകൽ കൊള്ളയാണിത്. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ധ്രുവ് രാഠിയും ഇലക്ഷൻ കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത്. ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 27 ലക്ഷത്തോളം വോട്ടർമാരെ അന്യായമായി ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി എക്സിലൂടെയാണ് റാഠി വിമർശനം ഉന്നയിച്ചത്. ഒഴിവാക്കപ്പെട്ടവർ മരിച്ചവരോ നുഴഞ്ഞുകയറ്റക്കാരോ അല്ലെന്നും, മറിച്ച് തങ്ങളുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കാനായി അപ്പീൽ നൽകി കാത്തിരിക്കുന്ന യഥാർത്ഥ വോട്ടർമാരാണെന്നും ധ്രുവ് രാഠി. ബംഗാളിൽ മമതാ ബാനർജിയുടെ തോൽവിയിൽ കോൺഗ്രസിലെ ചിലർ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധി അമർഷം രേഖപ്പെടുത്തി. ഇത്തരം നിസ്സാര രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യ നേരിടുന്ന വലിയ ഭീഷണിയെ തിരിച്ചറിയണമെന്ന് രാഹുൽ ഗാന്ധി. ഇതിനിടെ നിലവിലെ സർക്കാരിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ മമത പറയുന്നത് പോലെ രാജിവെക്കാതെ തുടരാൻ സാധിക്കുമോ? 207 സീറ്റുകൾ നേടി ഭരണം പിടിച്ച BJPയുടെ സാധ്യതകളെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നീ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരും. മുഖ്യമന്ത്രി പദവി ഒഴിയാൻ വിസമ്മതിച്ചാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷി. ഇത്തരത്തിലുള്ള അപൂർവ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഭരണഘടനാപരമായ തകർച്ച ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർക്ക് ശുപാർശ ചെയ്യാം. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ അത് പിരിച്ചുവിടണം. എന്നാൽ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിക്ക് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമുണ്ടെന്നും ഖുറേഷി. പൊതുജനാഭിപ്രായത്താലല്ല, ഗൂഢാലോചനയിലൂടെയാണ് തൃണമൂൽ പരാജയപ്പെട്ടതെന്ന് മമത ആവർത്തിക്കുന്നു. Through election commission can defeat us, but morally I am telling you that we won the election. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ എതിരാളി BJP അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിൽ ചെയ്തതുപോലെ ബംഗാളിലും വോട്ട് മോഷ്ടിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം തുടരുമെന്നും മമതാ ബാനർജി. മമത രാജിവെച്ചില്ലെങ്കിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഒരു ദിവസത്തേക്ക് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കാം. ശനിയാഴ്ച BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. BJP അധികാരത്തിൽ വന്നാലും ഇലക്ഷൻ കമ്മീഷനെ മറയാക്കി ജനാധിപത്യത്തിൽ കൊള്ള നടത്തുകയായിരുന്നുവെന്ന യാഥാർത്ഥ്യം ഈ നാടിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ മമത ജനാധിപത്യത്തിനു വേണ്ടി തീപ്പന്തമാവുകയാണിപ്പോൾ.